ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വഹബീബിനാ വഇമാമിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ സംസാരിച്ചു വന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകനുള്ള വിശ്വാസം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഈ രണ്ട് വിശ്വാസങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനുള്ള വിശ്വാസവും പ്രവാചകനുള്ള വിശ്വാസവും ഒന്ന് തന്നെയാണ്. അത് പരസ്പര വിരുദ്ധങ്ങളോ ഭിന്നങ്ങളോ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്നത് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരാൾ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ അയാൾ പ്രവാചകന്മാരെ നിരാകരിക്കുന്നു. ഇത് എങ്ങനെയാണ് സാധ്യമാവുക? പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട് എന്ന ഒരാളുടെ തോന്നൽ, ആ തോന്നലിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും അറിവ് ഒരാളുടെ കൈവശമുണ്ടാകുമോ? അപ്പോൾ ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് അയാളെ അറിയിക്കുന്ന, അല്ലെങ്കിൽ ദൈവവും അയാളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജ്ഞാനം കൂടിയേ തീരൂ. ആ ജ്ഞാനം ഒരാൾക്ക് എങ്ങനെ ലഭിക്കും? ശാസ്ത്രം അത് തരികയില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അത് നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുന്ന അറിവുകളാണ്, നിഗമനങ്ങളാണ് എന്ന് പറയാം. ഊഹാധിഷ്ഠിതമാണത്. ശാസ്ത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു ഭാവന ഉണ്ടാകുന്നു. വെള്ളം ശക്തമായി ഒരു മേൽഭാഗത്ത് നിന്ന് താഴോട്ട് പതിച്ചാൽ ആ പതിക്കുന്ന ഘട്ടത്തിൽ അതിന് ഒരു ശക്തിയുണ്ടെന്നും ഒരു അതിനെ ആ ഒരു പവറിനെ, ആ ഒരു ശക്തിയെ ഊർജമാക്കി മാറ്റാമെന്നും ആ ഊർജത്തെ വൈദ്യുതിയാക്കി പരിവർത്തിപ്പിക്കാമെന്നും ഏതോ ഒരു മനസ്സിൽ ഒരു കാലത്ത് തെളിഞ്ഞതാണ്. പിന്നീട് അത് പരീക്ഷണങ്ങളായി നിരീക്ഷണങ്ങളായി നിരവധി പ്രക്രിയയിലൂടെ കടന്നുപോയി വൈദ്യുതിയായി തീർന്നത്. ഈ ലോകത്തിലുള്ള ഇങ്ങനെയുള്ള എല്ലാ കണ്ടെത്തലുകളും ഭാവനകളെ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സാധൂകരിച്ച് വരുന്ന ഒരു സത്യത്തെയാണ്, അല്ലെങ്കിൽ അറിവിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴും ഒരുപോലെയാണോ? അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇന്ന് കണ്ടെത്തിയ ശാസ്ത്ര സത്യം നാളെ അതേക്കാൾ മേലെ ഒരാൾ കണ്ടെത്തിയാൽ അത് നേരത്തെ പറഞ്ഞത് തെറ്റാവുകയും ഇപ്പോൾ പറഞ്ഞത് ശരിയാവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ആ കാര്യം പറയാനല്ല, ശാസ്ത്ര സത്യം എന്ന് പറയുന്നത് നിലവിലുള്ള ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ മറ്റൊരു കണ്ടെത്തൽ ഉണ്ടാകുന്നത് വരെ സത്യമാണ് എന്നേ ഉള്ളൂ. അത് നിരന്തരമായി ഇങ്ങനെ പരിവർത്തിതമായി കൊണ്ടിരിക്കും. ഇപ്പൊ സൂര്യൻ കറങ്ങുന്നില്ല എന്നായിരുന്നു പണ്ട് കാലത്ത് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൂര്യനെ സൂര്യൻ ഒരിടത്ത് നിൽക്കുന്നുവെന്നും ആ സൂര്യനെ മറ്റെല്ലാ ഗോളങ്ങളും ഗ്രഹങ്ങളും കറങ്ങുന്നുവെന്നുമായിരുന്നു പഠിച്ചിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ പഠിച്ചതല്ലേ? അങ്ങനെയാണ് പഠിച്ചത്. പിന്നീടാണ് സൂര്യനും ചലിക്കുന്നു എന്ന് കണ്ടെത്തിയത്. ചലനമാണ് സർവത്രയുള്ളത് എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് പിന്നീട് ശാസ്ത്രം എത്തി. അതിനു മുൻപ് ഭൂമി കറങ്ങുന്നില്ല, അങ്ങനെ ജിയോ സെന്റേർഡ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. ഭൂമി കറങ്ങുന്നില്ല, ഭൂമി ഒരിടത്ത് നിൽക്കുകയാണ്, ഭൂമിക്ക് ചുറ്റുമാണ് ബാക്കിയുള്ളതെല്ലാം കറങ്ങുന്നത് എന്നായിരുന്നു അതിന് മുമ്പത്തെ ഗലീലിയോക്ക് മുമ്പുള്ള ഒരു കണ്ടെത്തൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരികയാണ്. നമ്മുടെ കാലത്ത് തന്നെ ശാസ്ത്രീയമായ പലതും മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ശരിയാണ്. മനുഷ്യന് നിരന്തരമായി മുന്നോട്ട് പോകുന്നതിന് മനുഷ്യൻ്റെ ഈ അന്വേഷണ വാഞ്ച ആവശ്യമാണ്. പക്ഷേ അപ്പോഴും ശാസ്ത്രം പറയുന്നത് ആത്യന്തികമായ ശരിയാണ് എന്ന് ശാസ്ത്രം പോലും പറയുന്നില്ല. ഇതിനേക്കാൾ നല്ല, അല്ലെങ്കിൽ ഇതേക്കാൾ കൂടുതൽ സത്യമായ ഒരു തിയറി വരുന്നത് വരെ ഈ തിയറി സത്യമാണ് എന്നേ പറയാനൊക്കുകയുള്ളൂ.
മാത്തമാറ്റിക്സ് പോലെയല്ല ശാസ്ത്രം. മാത്തമാറ്റിക്സും ശാസ്ത്രവും രണ്ടാണ്. മാത്തമാറ്റിക്സ് 1+1=2, ഇത് ആത്യന്തികമായ ഒരു തീരുമാനമാണ്. അത് ശാസ്ത്രമല്ല, അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സത്യവും ഉണ്മയുമാണ്. പക്ഷേ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അപ്പോൾ ആത്യന്തികമായ സത്യത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മൾ പിന്നെ ചോദിക്കുന്നത്. ആത്യന്തികമായ സത്യത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രം പറഞ്ഞു തരും, ആന്തരികാവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും, ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘടനകളെക്കുറിച്ച് പറഞ്ഞു തരും, ശരീരത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറഞ്ഞു തരും, അതിൻ്റെ സങ്കീർണതകളെല്ലാം പറഞ്ഞു തരും, അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ വളരെ മൈന്യൂട്ടായിട്ട് സഞ്ചരിക്കുന്ന നെർവിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ പറഞ്ഞു തരും, അതിൻ്റെ കാര്യക്ഷമത, ഒരു ഞരമ്പ് ഇപ്പോൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യക്ഷമത എത്രമാത്രം ഉണ്ടെന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളുടെ കാലിന് ഒരു ചെറിയ പെരുവിരലിന് ചെറിയൊരു തരിപ്പുണ്ടെങ്കിൽ ആ പെരുവിരലിലേക്ക് വരുന്ന ഞരമ്പിനെ മാത്രം പരിശോധിച്ച് അത് എത്രത്തോളം കാര്യക്ഷമമാണ്, അത് എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ ഇപ്പോഴത്തെ പുതിയ ന്യൂറോ സിസ്റ്റം പരിശോധിക്കുന്ന സംവിധാനങ്ങൾ വെച്ചാൽ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിയില്ല, നിങ്ങളുടെ മനസ്സിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഇതാണ്. അപ്പോൾ ശാസ്ത്രം മൗനമായി പോകുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് എന്നർത്ഥം. ഉറക്കിനെ കുറിച്ച് ശാസ്ത്രത്തിന് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിക്കാം, അപ്പോൾ ഉറങ്ങാനുള്ള ഗുളിക തരും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ചില ടിപ്സുകൾ പറഞ്ഞു തരും എന്നല്ലാതെ എന്താണ് ഉറക്ക് എന്ന് ശാസ്ത്രം ഇന്നേ വരെ നിർവചിച്ചിട്ടില്ല. ഉറക്കിനെ കുറിച്ച് ശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിയില്ല. എന്താണ് ഉറക്ക്, ആ ഉറക്കിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ശാസ്ത്രം പറഞ്ഞുതരും. എന്താണ് ഉറക്ക് എന്ന് നിർവചിക്കാൻ ഇന്നേ വരെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. എന്താണ് സ്വപ്നം എന്ന് പറയാൻ സാധിച്ചില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുമ്പോഴും സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ അവസാനത്തെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇനിയും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ സ്വപ്നങ്ങളിലുണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് സ്വപ്നം എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്ന് പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ ആകത്തുകയാണ് സ്വപ്നമെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പറഞ്ഞു ഇനിയും നിർവചിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ സ്വപ്നങ്ങളിലുണ്ട്, അത് നിഗൂഢമാണ് എന്നാണ് സ്വപ്നത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു എന്ന് ശാസ്ത്രം പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ചില നിഗൂഢതകളുണ്ട്, അതിലേക്ക് ശാസ്ത്രത്തിന് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണത്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രം പറയുമ്പോൾ അതൊരു മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോയെത്തും. അതൊരു സിദ്ധാന്തം മാത്രമാണ്, ഒരു തിയറി പോലും അല്ല. തിയറി എന്ന് പറയാൻ കഴിയില്ല. തിയറിയുടെ ഇംഗ്ലീഷാണ് സിദ്ധാന്തമെങ്കിലും മലയാളമാണ് സിദ്ധാന്തമെങ്കിലും തിയറി എന്ന് പോലും പറയാൻ കഴിയില്ല. അത് കേവലമായ ഒരു തുടക്കത്തിന് ഒന്ന് വേണമല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു നിഗമനം മാത്രമാണ്. അത് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. നാം ശാസ്ത്രീയ സത്യം എന്ന് പറയുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം ലോകത്തെ തെളിയിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല. പിന്നെയോ അതൊരു നിഗമനമാണ്, ഒരു തുടക്കം വേണമല്ലോ. അങ്ങനെ തുടക്കം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ഊഹം വെച്ചു. ഈ ഊഹം ശാസ്ത്രീയ സത്യമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ശാസ്ത്രം തന്നെ പറയുന്ന ശാസ്ത്രീയമായ രീതി ഉപയോഗിച്ച് തെളിയിക്കാൻ കഴിയാത്തതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. നിരന്തരമായി പലരും പല തലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഒരേ റിസൾട്ട് കിട്ടണം. ഇതാണ് ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഞാനിവിടെ നിന്ന് ഒരു കാര്യം പരീക്ഷിച്ചാലും, അമേരിക്കയിൽ വേറൊരാൾ പരീക്ഷിച്ചാലും, ആഫ്രിക്കയിൽ മറ്റൊരാൾ പരീക്ഷിച്ചാലും ഒരേ ഫലം കിട്ടുമ്പോഴേ അത് കൃത്യമായ ശാസ്ത്രീയ സത്യമായി തീരുകയുള്ളൂ. അങ്ങനെ പരീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ആ വിസ്ഫോടനത്തിൻ്റെ ശക്തിയിൽ ഇപ്പോഴും ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ലോജിക്കലാണെന്ന് ചോദിച്ചാൽ അതൊരു ലോജിക്കും അതിനില്ല. പക്ഷേ അതൊരു നിഗമനമാണ്. അങ്ങനെ ഒരു നിഗമനത്തെ വെച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അപ്പോൾ ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് ശാസ്ത്രീയ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാലല്ല, അത് കേവലമായ ഊഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശാസ്ത്രത്തിന് ഉത്തരം തരാൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്സിൽ തന്നെ നമ്മൾ പറയും മാത്തമാറ്റിക്സ് ഏറ്റവും ശരിയായ ശാസ്ത്രമാണെന്ന് പറയും. പക്ഷേ മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ഇത് ഞാൻ പറയാം, -*−+ ആണ് ശാസ്ത്രത്തിൽ, മാത്തമാറ്റിക്സിൽ അല്ലേ. -5 × -5 =
+25 ആണ്. ഇനി അതിനെ നമുക്ക് മറ്റൊന്നാക്കി നോക്കാം. നിങ്ങളുടെ കയ്യിൽ പിന്നെ 5 രൂപ ഇയാൾക്ക് കടമുണ്ട്, 5 രൂപ ഇയാൾക്ക് കടമുണ്ട്, 5 രൂപ ഇയാൾക്ക് കടമുണ്ട്. അങ്ങനെ പിന്നെ -5 പ്ലസ് -5 പ്ലസ് -5 പ്ലസ് -5 പ്ലസ് -5 ഇതാണല്ലോ. -5 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ 5. എന്താണ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്പിൾ ആണ്. ഒരു സംഗതിയെ പിന്നെ അത് അത്ര ആവർത്തി കൂട്ടുന്നതിനെയാണ്, ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം -5 കൂട്ടണം -5 കൂട്ടണം -5 എന്ന് പറഞ്ഞാൽ -15 എന്നല്ലേ അല്ലേ? എന്നാൽ -5 ഇൻറ്റു -3 സമം +15 ആണ് വരിക. അതെങ്ങനെയാണ്? അതായത് ശാസ്ത്രത്തിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് മൾട്ടിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര തവണ ആഡ് ചെയ്യുക എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ? ആണ്. അങ്ങനെ വരുമ്പോൾ -5 3 തവണ ആഡ് ചെയ്താൽ -15 ആണ് കിട്ടുക. -5 -3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ +15 ആണ് കിട്ടുക. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ഞാൻ മാത്തമാറ്റിക്സിനെ പിന്നെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാനല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സിദ്ധാന്തമാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും രണ്ടാണെങ്കിൽ ആ തിയറി തെറ്റാണെന്നല്ലേ അർത്ഥം? അവിടെ എന്തോ ഒരു പിശകുണ്ടല്ലോ. പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങളെ, നമുക്ക് അങ്ങനെ കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയമായ സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും മാത്തമാറ്റിക്സിൽ പോലും അങ്ങനെയാണ്. നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള സംഗതി മാത്തമാറ്റിക്സിൽ തെറ്റില്ല എന്നാണ്, കണക്കിൽ തെറ്റില്ല എന്നാണ്. 1 കൂട്ടണം 1 സമം 2 ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണം. 2 കൂട്ടണം 2 സമം 4. പക്ഷേ മാത്തമാറ്റിക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയും നമ്മളെ സംശയത്തിലകപ്പെടുത്തുന്ന പലതും ഉണ്ട് എന്നാണ് പറയുക. ഇത് ഞാൻ മാത്തമാറ്റീഷ്യന്മാരായ പല ശാസ്ത്രജ്ഞരോടും ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അതൊരു സിദ്ധാന്തമാണ് എന്നാണ്. അതൊരു സിദ്ധാന്തമാണ്. അപ്പം മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ +ആണ് ഉത്തരം കിട്ടുക എന്നുള്ളതൊരു സിദ്ധാന്തമാണ്. അപ്പോൾ സിദ്ധാന്തം എന്ന് പറയുന്നത് എപ്പോഴും സത്യമായി കൊള്ളണമെന്നില്ല. അത് നിഗമനാധിഷ്ഠിതമാണ്, ഊഹാധിഷ്ഠിതമാണ് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം തരാൻ ശാസ്ത്രത്തിന് പൂർണ്ണമായും സാധ്യമല്ല. അതുകൊണ്ട് ശാസ്ത്രം അപ്രസക്തമാണെന്നല്ല ഞാൻ പറയുന്നത്, ശാസ്ത്രം പ്രസക്തമാണ്. ഇനി ശാസ്ത്രം വളരുകയാണോ എന്ന് ചോദിച്ചാൽ, ആണോ? ശാസ്ത്രം വളരുകയാണോ? ശാസ്ത്രത്തിന് വളർച്ചയുണ്ടോ? ഞാൻ ചോദിക്കുന്നു, 1969 ഐൻസ്റ്റൈൻ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് അല്ലേ? 69 അതെ, 69 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത്. 69 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 56 വർഷമായി. അതിനുശേഷം ആർക്കും ചന്ദ്രനിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അന്ന് ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇപ്പം നമ്മളത് നാസയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവർ പറയും ആ ടെക്നോളജി ലോസായിപ്പോയി എന്നാണ്. ആ ടെക്നോളജി ലോസായിപ്പോയി എന്ന് വെച്ചാൽ അപ്പോൾ ശാസ്ത്രം മുന്നോട്ടാണോ പോകുന്നത് പുറകോട്ടാണോ പോകുന്നത് എന്നുള്ളതാണ്. പിരമിഡ് ഇന്നുണ്ടാക്കാൻ കഴിയുമോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 20,000 ടൺ വരുന്ന കല്ലെടുത്ത് ഏറ്റവും മുകളിൽ 10 നില കെട്ടിടത്തിൻ്റെ ഉയരം വരുന്ന ഏറ്റവും മുകളിൽ പോയി വെച്ചിരിക്കുന്ന അതിൻ്റെ തൊപ്പിക്കല്ലിൻ്റെ പിന്നെ തൂക്കം 20,000 ടണ്ണാണ്. ഒരു കല്ലിൻ്റെ തൂക്കമാണ് പറയുന്നത്. 20,000 ടൺ ഭാരമുള്ള ഒരു കല്ല് 10 നില ഹൈറ്റിലേക്ക് അന്ന് ഈ യന്ത്രസാമഗ്രികളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഉയർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു പിരമിഡ് ചെയ്യാൻ കഴിയുമോ യന്ത്രങ്ങളില്ലാതെ എന്നുള്ളതാണ്. യന്ത്രങ്ങളോട് കൂടി കഴിയുമോ എന്നുള്ളതും കൂടിയാണ് ചോദ്യം. ഒരു പെട്ര ഉണ്ടാക്കാൻ നമുക്കിന്ന് സാധിക്കുമോ? ഒരു ഈഫൽ ഗോപുരം ഉണ്ടാക്കാൻ നമുക്കിന്ന് കഴിയുമോ? ഒരു ഹംപി അല്ലെങ്കിൽ ഒരു മോഹൻജദാരോ അല്ലെങ്കിൽ ഒരു ഹാരപ്പൻ നഗരം ഉണ്ടാക്കാൻ നമുക്കിന്ന് കഴിയുമോ? ഇപ്പോൾ പിന്നെ ഹാരപ്പൻ നഗരത്തിൻ്റെ പ്രത്യേകത പറയുന്നത് നഗരത്തിൻ്റെ ഏത് ഭാഗത്തൊരു തുള്ളി വെള്ളം വീണാലും കൃത്യമായി ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യന്ത്രങ്ങളൊന്നുമില്ലാത്തൊരു കാലത്താണ് പറയുന്നത്. നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള ഒരു നഗര സംസ്കൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരുന്നൊന്നുമില്ല യഥാർത്ഥത്തിൽ. ഇനി ശാസ്ത്രം പോട്ടെ, സാഹിത്യ മേഖലയിൽ ഒരു കാളിദാസനെ പോലെ, ഒരു ഭാസനെ പോലെ, ഒരു വ്യാസനെ പോലെ, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ഒരു ഇമ്രുൽ കൈസിനെ പോലെ. അതിനുശേഷം എന്താണ് അങ്ങനെ ഒരാളില്ലാതെ പോയത്? നമുക്കിനി ഒരു കാളിദാസൻ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സാഹിത്യപരമായിട്ട് വളരുകയാണോ? ഇത് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എൻജിനീയറിങ്ങിൽ
പിന്നെ സാഹിത്യത്തിൽ ഒക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴും 4000 വർഷത്തെ ജനങ്ങൾ എത്തിയെടുത്ത് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ 7000 വർഷം മുമ്പുള്ള ഒരു സാഹിത്യത്തിൻ്റെ അടുത്തുള്ള ഒരു സാഹിത്യം ഇപ്പോഴും നമുക്ക് രചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രചിക്കുന്ന സാഹിത്യങ്ങളൊക്കെ അതിനെ ആസ്പദിച്ചുള്ളതാണ്, അതിനെ അധികരിച്ചുള്ളതാണ്. മഹാഭാരതത്തെ അധികരിച്ചാണ് MT എഴുതിയത്. അപ്പോൾ പിന്നെ ഒരു ക്ലാസിക്ക് നമുക്കിന്നുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ അത്ര വലിയ മുന്നോട്ടൊന്നുമില്ല. നമ്മൾ സൗകര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സൗകര്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ കഴിവുകളിലല്ല എന്നുള്ളതാണ്. കഴിവുകളിലല്ല, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലല്ല എന്നാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രം എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെ നമ്മുടെ ഉള്ളിൽ കിടന്ന് വല്ലാതെ ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ നമുക്ക് ശാസ്ത്രമാണ് സർവവും എന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ. ശാസ്ത്രമാണ് സർവവും. ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. ശാസ്ത്രം മറ്റൊരു വഴിയല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞ പ്രകൃതി തന്നെയാണ്, പ്രപഞ്ചം തന്നെയാണ്, അത് ദൈവം തന്നെയാണ്. അപ്പോൾ ശാസ്ത്രീയമായി ഒരാൾ, ഇപ്പോൾ ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവിനെ പോലെ, അല്ലെങ്കിൽ രമണ മഹർഷിയെ പോലെ, അല്ലെങ്കിൽ ജലാലുദ്ദീൻ റൂമിയെ പോലെ ഒരു മഹാനാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ ഒരു വേറെ എന്തോ അന്വേഷിച്ച് പോയ ഒരാളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് കൂടിയിട്ടിറങ്ങാൻ സ്വയം സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഐസക് ന്യൂട്ടൻ അങ്ങനെയാണ്. ഇവിടെ ഉള്ള ചില സംഗതികളെയൊക്കെ, ഭൂഗുരുത്വാകർഷണം പോലുള്ള പലതിനെയും കണ്ടെത്തി പിന്നെ അങ്ങനെ നമുക്ക് വഴി കാണിച്ചു തന്ന ഒരു ഗുരുവാണ് അദ്ദേഹം. എഡിസൺ അങ്ങനെയാണ്. അപ്പം നമ്മൾ അവരെയൊന്നും മറ്റൊന്നായിട്ടല്ല കാണുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണ്. അപ്പം എനിക്ക് ജലാലുദ്ദീൻ റൂമിയും പിന്നെ ഐൻസ്റ്റൈനും രണ്ടാളല്ല, അത് രണ്ടും ഒന്നാണ്. ജലാലുദ്ദീൻ റൂമി മനുഷ്യൻ്റെ അകത്തേക്കാണ് ഇറങ്ങിയതെങ്കിൽ ഐൻസ്റ്റൈൻ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ അകത്തേക്കാണ് ഇറങ്ങിയത്. രണ്ടുപേരും ഇറങ്ങുന്നതും അന്വേഷിക്കുന്നതും ഖനനം ചെയ്യുന്നതുമെല്ലാം ഒന്ന് തന്നെയാണ്. ഈ രണ്ടുപേരുടെയും ജോലി റിഗ്ഗാണ്, പിന്നെ കുഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുഴിച്ച് രണ്ടുപേരും ഒരേ സത്യത്തെ രണ്ട് വിധത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വെവ്വേറെയല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ഒരു കാര്യം എന്ന് പറയുന്നത്, ശാസ്ത്രമാണ് സർവവും എന്ന്, അല്ലെങ്കിൽ ശാസ്ത്രമാണ് ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ, ശാസ്ത്രം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ശാസ്ത്രം മതമായി മാറുന്നൊരവസ്ഥയുണ്ട് ഇപ്പം നിലവിൽ. ശാസ്ത്രം മതമായി തീരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ശാസ്ത്രം മൗലികവാദമായി തീരുകയാണ്. ശാസ്ത്രമാണെല്ലാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. അതിനപ്പുറത്തൊന്നുമില്ല. ശാസ്ത്രീയമായി തെളിയിക്കാൻ ഒക്കുമോ ദൈവത്തെ എന്ന്? ഈ ശാസ്ത്രീയമായ, അത് മറ്റൊരു കാര്യമാണ്. ഈ ശാസ്ത്രീയമായ രീതി, സയൻറ്റിഫിക് മെത്തേഡ്, ഈ സയൻറ്റിഫിക് മെത്തേഡ് കണ്ടെത്തിയതാരാ? സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ടല്ലോ. ആ മെത്തേഡ് ആര് കണ്ടെത്തി? ആ മെത്തേഡ് കണ്ടെത്താൻ ഉപയോഗിച്ച മെത്തേഡ് എന്തായിരുന്നു? ഇപ്പം സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കണ്ടെത്താൻ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. ആ മെത്തേഡ് എന്തായിരുന്നു? അത് സയൻറ്റിഫിക് ആയിരുന്നു. അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് അല്ലാത്ത ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തിയത് എങ്ങനെ സയൻറ്റിഫിക് മെത്തേഡാവും? അപ്പോൾ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്നിടത്തൊക്കെ ഇവർ വെറുതെ മനുഷ്യരെ പറ്റിക്കുകയാണ്. മതത്തിൻ്റെ പുരോഹിതന്മാർ നിങ്ങളെ പറ്റിക്കുന്നത് പോലെ പറ്റിക്കുന്നതാണ് ശാസ്ത്രത്തിലെ പുരോഹിതന്മാർ. ശാസ്ത്രത്തിനും പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ശാസ്ത്രത്തിന് വലിയ പുരോഹിതന്മാരുണ്ട്. അത് മതത്തിലെ പുരോഹിതന്മാർ എങ്ങനെയാണോ ജനങ്ങളെ പറ്റിക്കുന്നത്, അതേക്കാൾ ഭീകരമായി ശാസ്ത്രീയം എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സമാന്തരമായി ഒഴുകുന്ന രണ്ട് ബിസിനസ്സാണ് എന്നുള്ളതാണ്. മതം ഒരു ബിസിനസ്സാണ്, അതുപോലെ മറ്റൊരു ബിസിനസ്സാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പത്തിൽ കഴിയും എന്ത് കാര്യവും. ഇപ്പോൾ കൈരേഖ നോക്കുന്നു, ശാസ്ത്രീയമായി കൈരേഖ നോക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ടാണ് കൈരേഖ നോക്കുക. അപ്പോൾ ശാസ്ത്രീയം എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾ 200 രൂപയുടെ കുപ്പായം 400 രൂപയ്ക്ക് വിൽക്കാൻ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് ഓഫർ എന്ന് എഴുതിയാൽ മതി. എന്തെടുത്താലും പകുതി വില എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 200 രൂപയുടെ കുപ്പായത്തിന് 800 രൂപ ഇടുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് യാതൊരു മനപ്രയാസം ഇല്ലാതെ 400 രൂപ വാങ്ങുകയും ചെയ്യുന്ന ഏർപ്പാടിനാണ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫർ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ഉടക്കുന്നത്, അതുപോലെ ഉടക്കും ശാസ്ത്രീയമാണ് എന്ന് പറയുന്നിടത്ത്. ഇത് നമ്മളെ പറ്റിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ ശാസ്ത്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടരുത്. അത് മതകീയം എന്ന് പറയുന്നത് പോലെ ഒരു ഉടായിപ്പ് കേസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇവിടെ രണ്ടിടത്തും മനുഷ്യനെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന കുറേ സംഗതികളുണ്ട്. അപ്പോൾ മനുഷ്യനെ നിർവചിക്കാൻ ആർക്ക് സാധിക്കും? ഞാൻ അതാണ് അവിടെ നിന്നാണ് തുടങ്ങിയത്. മനുഷ്യനെ നിർവചിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ നിർവചിക്കാൻ നമുക്ക് ഈ ഭൗതികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ ശരീരം മാത്രമല്ല. അത് നമ്മുടെയൊക്കെ ബോധ്യമാണല്ലോ. ഞാൻ ശരീരം മാത്രമല്ല എന്നുള്ളത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ബോധ്യമാണ്. അപ്പോൾ ശരീരം മാത്രമല്ലെങ്കിൽ ശാസ്ത്രത്തിന് അതങ്ങനെ നിർവചിക്കാൻ പറ്റും? കഴിയില്ല. മതത്തിന് പറ്റുമോ? മതത്തിന് ഏതർത്ഥത്തിൽ പറ്റും? മതത്തിന് നിങ്ങളോട് പറയാൻ കഴിയും, നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ തൃപ്തിപ്പെടുത്തണം എന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ തൃപ്തരാകുമോ? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായി നിർവചിക്കാതെ ആ ദൈവത്തോട് പ്രണയമുണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കണം, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയും. അത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകും. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് ഞാൻ പറയാലേ പറ്റുള്ളൂ, എനിക്കും കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹിനെ സ്നേഹിച്ചാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ, അള്ളാഹിനോട് പ്രണയം വേണം എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ അതൊരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നത് വരെ, നിങ്ങളും ദൈവവും തമ്മിലുള്ള അകൽച്ചയെ അഥവാ അടുപ്പത്തെ നിർവചിക്കുന്നത് വരെ, നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വയം എത്തിച്ചേരുന്നത് വരെ, അല്ലെങ്കിൽ എത്തിപ്പെടുന്നത് വരെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. നിങ്ങൾക്കൊരു ബന്ധമില്ലാത്ത, നിങ്ങൾക്കൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഊഹത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുക? ഊഹത്തെ സ്നേഹിക്കാൻ ഒക്കുമോ? ദൈവം ഊഹമാണ് എങ്കിൽ ആ ഊഹത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഒരു ഭാവനയെ സ്നേഹിക്കാൻ ഒക്കുമോ? ഭാവനയെ നിങ്ങൾക്ക് താലോലിക്കാം, സ്നേഹിക്കാൻ പറ്റില്ല. ഭാവന ആണ് യഥാർത്ഥത്തിൽ ദൈവം എന്നൊക്കെ പറയുന്നത്. പലരുടെയും മതവിശ്വാസികളുടെ മനസ്സിൽ ഭാവനയാണ്, ഊഹമാണ്, അതൊരു സങ്കല്പമാണ്. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് വലിയ നല്ല കാര്യമൊന്നുമല്ല. നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമല്ലല്ലോ, ഇതൊരു അനുഭവ യാഥാർത്ഥ്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല. വേണ്ട, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഉപ്പാനോട് പറയാ, നിങ്ങൾ എൻ്റെ വാപ്പയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഇനി സംഭവിച്ചുകൂടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളൊരാളെ ഉപ്പാന്ന് വിളിക്കുന്നത്, അല്ലല്ലോ. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ ഉയരുമ്പോഴേ പ്രണയത്തിൻ്റെ നാമ്പ് വിടരുന്നുള്ളൂ. അപ്പോഴേ പ്രണയത്തിൻ്റെ ഒരു ചെറിയ ഒരു തുടക്കം ഉണ്ടാകുന്നുള്ളൂ. മതവിശ്വാസികൾ എപ്പോഴും വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്, ഇതാണ് പ്രശ്നം. അപ്പോൾ ദൈവം അവർക്കൊരു വിശ്വാസമാണ്, ദൈവം അവർക്കൊരു ഊഹമാണ്, ഒരു ഭാവനയാണ്, ഒരു സങ്കല്പമാണ്. അതിനെ അവർ താലോലിച്ചാണ് പോകുക. അതുകൊണ്ടാണ് ദൈവവിശ്വാസികൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നത്. അവർക്ക് ദൈവം ഒരു ബോധ്യമല്ല, ഒരു ഊഹമാണ്. ഊഹം പറയുമ്പോൾ, ഊഹത്തെ തൊട്ട് കളിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ളതുപോലെ, ഖുർആൻ്റെ ഒരു പ്രയോഗമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ഉള്ളതുപോലുള്ള ഒരു ബോധ്യമാണ് ദൈവത്തെക്കുറിച്ചുണ്ടാകേണ്ടത്. ഇതെൻ്റെ പിതാവാണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ബോധ്യമാണോ, ഇതെൻ്റെ മാതാവാണ്, ഇപ്പോൾ പകലാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ആളുകൾ സത്യമാണ് എന്ന് എത്രത്തോളം നിങ്ങൾക്ക് ബോധ്യമുണ്ടോ, അതേക്കാൾ തീക്ഷ്ണമായ ബോധ്യത്തിലേക്കും അനുഭവത്തിലേക്കും എത്തിച്ചേരുന്നിടത്തെ പ്രണയം ആരംഭിക്കുകയുള്ളൂ. അതുവരെ പ്രണയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയാനും കേൾക്കാനും സുഖമുള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് പലപ്പോഴും ഈ അധ്യാത്മ പ്രഭാഷകർ പരാജയപ്പെട്ടു പോകുന്നത്. അവർക്ക് അതും പ്രഭാഷണത്തിനുള്ളൊരു വിഷയം മാത്രമാണ്. സൂഫികളാണെങ്കിലും മറ്റാരാണെങ്കിലും ഒരു പ്രഭാഷണത്തിനുള്ള വിഷയമാണത്. അതിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ പറയാം എന്ന് പറയും. അങ്ങനെ അതവിടെ അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില നിഗൂഢതകളെ അനാവരണം ചെയ്യുന്നതിന് ഒരു ജ്ഞാനം ആവശ്യമാണ്. അത് ശാസ്ത്രത്തിൽ നിന്ന് ലഭ്യമല്ല, അത് മതപുരോഹിതന്മാരിൽ നിന്നും ലഭ്യമല്ല. പിന്നെ അത് എവിടുന്ന് കിട്ടും? അത് തരുന്നവരാണ് ഗുരുക്കന്മാർ, പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങിയിടത്തേക്ക് തിരികെ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ,
നിങ്ങൾക്ക് ഒരു ജ്ഞാനത്തിൻ്റെ കേന്ദ്രം ഉണ്ടായേ തീരൂ, അത് പ്രവാചകന്മാരായിരിക്കും. ഈ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ടിപ്പിക്കലായിട്ട് നമ്മൾ കേട്ടുവന്ന പ്രവാചകന്മാരിലേക്ക് മാത്രം മനസ്സടക്കേണ്ടതില്ല. ലോകത്ത് പ്രവാചക തുല്യരായിട്ട് ആരൊക്കെയുണ്ടോ അവരൊക്കെയും അതിൽപ്പെടും. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് ഒരു ജ്ഞാനം ആവശ്യമാണ്. ആ ജ്ഞാനം നൽകുന്ന ഒരു ഗുരു ആവശ്യമാണ്. ആ ഗുരുവാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകനാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സംശയങ്ങളുണ്ടാകാം. ഒന്ന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവമാണോ പ്രവാചകനാണോ വലുത് എന്നുള്ളതാണ്. ദൈവമാണോ ഗുരുവാണോ വലുത് എന്നുള്ളതാണ്. രണ്ടാമത് നമുക്കുണ്ടാകുന്ന സംശയം ഈ അറിവ് അവർക്കെങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ അറിവ് അവർക്കൊന്ന് ലഭിക്കണമല്ലോ. ഈ രണ്ട് സംശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വലിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് ആപേക്ഷികമാണ്. ഇപ്പം ദൈവമാണോ ഗുരുവാണോ വലുത്, ദൈവമാണോ പ്രവാചകനാണോ വലുത്, അള്ളാഹുവാണോ മുഹമ്മദാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വലുത് എന്ന് പറയുന്നത് ആകാരപരമായ വലുപ്പത്തെക്കുറിച്ചുള്ളതല്ല. ഈ ചോദിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണത്. ഈ ചോദിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണത്. ചോദിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്സംശയം പറയാം ഗുരുവാണ്, പ്രവാചകനാണ്. കാരണം ഈ പ്രവാചകനില്ലെങ്കിൽ ഇത് ദൈവം എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകനില്ലെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും അജ്ഞതയിലായിരിക്കും. അങ്ങനെ അജ്ഞാതമായ ഉള്ളൂര് പറയുന്നുണ്ട്, പ്രേക്ഷകനില്ലാത്ത പൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇഖ്ബാലും പറയുന്നുണ്ട്. ഷിഖുവ ജവാബെ ഷിഖുവയിൽ ഇഖ്ബാലും ഇക്കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകനില്ലാത്തൊരു പൂവിനെ കുറിച്ചാണ് ഉള്ളൂര് ചോദിക്കുന്നത്. ഒരു പൂവായിരിക്കുന്നത് എപ്പോഴാണ്? ആ പൂവിനെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ടാകുമ്പോഴാണ്, അല്ലേ? ഒരു കറുപ്പായിരിക്കുന്നത് എപ്പോഴാണ്? ആ കറുപ്പ് കാണുന്നൊരു കണ്ണുണ്ടാകുമ്പോഴല്ലേ? പ്രേക്ഷകരില്ലെന്നാൽ പിന്നെ ഈ പറയപ്പെടുന്ന സൗന്ദര്യത്തിന് വല്ല അർത്ഥമുണ്ടോ? എന്തിനാണ് നിങ്ങൾ കണ്ണാടി നോക്കുന്നത്? നമ്മളെ നോക്കാൻ നമ്മളെങ്കിലും വേണ്ടേ? ഒരപരൻ നമ്മളെ നോക്കുമ്പോഴേ നമുക്ക് സൗന്ദര്യമുള്ളൂ, നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമുള്ളൂ. നിങ്ങൾ ബാത്റൂമിൽ വെച്ച് എത്ര പാട്ട് പാടിയാലും അത് ആസ്വദിക്കാൻ മറ്റൊരാളില്ലാത്തിടത്തോളം അത് വെറും ഒരു ശബ്ദം മാത്രമായി തീരും. അപ്പോൾ ഒരു പ്രേക്ഷകൻ ആവശ്യമാണ്. അപ്പോൾ ദൈവമുണ്ട്. ഇഖ്ബാൽ പറയുന്നത് അതാണ്. ദൈവമേ, ഞങ്ങളില്ലെങ്കിൽ നിനക്കെന്ത് വിലാസമാണുള്ളത്? ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളില്ലെങ്കിൽ നിനക്ക് എന്ത് വിലാസമാണുള്ളത്? ഞങ്ങളല്ലയോ നിന്റെ വിലാസം. അപ്പോൾ ദൈവത്തിന് വിലാസമുണ്ടാക്കി കൊടുത്തവർ നമ്മളാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മഹാസത്യമാണ്. ഈ സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തെ ദൈവമെന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് പ്രവാചകന്മാരാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്ന മഹാസത്യത്തിലേക്കുള്ള പാലമാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അത് തോണി പോലെയാണ്. നമുക്ക് അക്കരെ എത്തണം. അക്കരെ എത്തുക എന്നുള്ളത് തോണി ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്നൊരു സംഗതിയാണ്. ഒരു മുതലകൾ നിറഞ്ഞ ഒരു വലിയ നദിയിൽ അവിടെ നമുക്ക് മുതലകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനും നമുക്കൊരു തോണി കൂടിയേ തീരൂ. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനം തോണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംസാര ലോകത്തിൽ നമുക്ക് ദൈവത്തിലേക്ക് തുഴഞ്ഞെത്താനുള്ള തുഴയും തോണിയുമായി തീരുന്നത് പ്രവാചകന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രം തരാത്ത മതപൗരോഹിത്യം നമുക്ക് നൽകാത്ത, നമ്മുടെ ഭൗതികമായ അന്വേഷണത്തിൽ നമുക്കൊരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത നിഗൂഢതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നവരാണ് പ്രവാചകന്മാർ, ഗുരുക്കന്മാർ. ആ നിഗൂഢതകൾ അവരിലേക്ക് വന്നു ചേർന്നത് എങ്ങനെ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.